ഇവന്മാര് വന്ന് നമ്മളെ പ്രകോപിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യും, തെറി വിളിക്കുക, അല്ലാതെ മറ്റു പല. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ഇവന്മാരുടെ മുഖത്തോട്ട് പോകും. അപ്പൊ അതിനു വേണ്ടിയൊക്കെയാണ് കണ്ണു കെട്ടിയത്. നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം വെക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്കറിയാം. എന്നാൽ ആദ്യം വരുന്ന ഓർമ്മ, ഒരു പേര്, അത് ശ്രീജിത്തിന്റെ തന്നെയായിരിക്കും. വർഷങ്ങളായി, ഏകദേശം 9 കൊല്ലത്തോളമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അദ്ദേഹം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സംഭവത്തിനെ പറ്റി ഞാൻ അറിഞ്ഞത് കുറച്ച് ദിവസം മുമ്പാണ്. അതെൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു തെറ്റാണ്. കാര്യം ഞാൻ ഇപ്പോൾ അത്രയ്ക്കും ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കാറില്ല. അപ്പോൾ എൻ്റെ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ചേട്ടനാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ന്യൂസും എടുത്തു തന്നത്. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാര്യം ഒരു യുവാവ് കഴിഞ്ഞ 765ാമത്തെ ദിവസമാണെന്ന്. ഇത്രയും ദിവസങ്ങളായിട്ട് ഇവിടെ വളരെ സമാധാനപരമായിട്ടാണ് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളങ്ങനെ വെറുതെ 765 ദിവസം വന്നിരിക്കില്ല. അപ്പോൾ അയാളുടെ കോസിൽ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നമുക്ക് ശ്രീജിത്തിന്റെ അടുത്തേക്ക് തന്നെ പോകാം. ഈ കണ്ണിങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇവന്മാരിവിടെ വന്നേ നമ്മളിങ്ങനെ സമരം ചെയ്ത് നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ട്. നമ്മൾ സമരം ചെയ്ത് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാര് വന്ന് നമ്മളെ പ്രകോപിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യും, തെറി വിളിക്കുക, അല്ലാതെ മറ്റു പല. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ഇവന്മാരുടെ മുഖത്തോട്ട് പോകും. അപ്പൊ അതിനു വേണ്ടിയൊക്കെയാണ് കണ്ണു കെട്ടിയത്. ഇവന്മാർ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നമാണ്, പോണ പോക്കിൽ ചെറിയും വിളിച്ചോണ്ട് പോണ പോക്കിൽ. അപ്പൊ അതിനെതിരെ നമ്മൾ പറയുന്നത് ഈ ഇവന്മാരെ പോണ പോക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകും. പക്ഷെ നമ്മളറിയാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, അപ്പൊ നമ്മള് അവന്മാരെ പറയുന്നതും ചെയ്യുന്നതെന്ന് ആരും കാണൂ, നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലോട്ട് നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ, മറ്റുള്ള കാര്യം അതിനു വേണ്ടിയാണ് കണ്ണു കെട്ടി. ഏകദേശം ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഏതാണ്ട് 9-10 വർഷമായി. 3200 ദിവസം അടുക്കാറായി. 3200 ദിവസം. ഒരു 9 കൊല്ലത്തോളമായി. എന്താണ് സംഭവം? ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഒരിക്കലും വലിയ 2018-19 ആ വർഷങ്ങളില് വലിയ ജനശ്രദ്ധ നേടിയ, വലിയ ജനങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവുകയും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇടപെട്ട ഒരു ഇതാണ്. ഈ അതിഭീകരമായ ഒരു കൊലപാതകമാണ്. കൊല്ലപ്പെട്ട വ്യക്തി എന്റെ സഹോദരനാണ്, എന്റെ ശ്രീജീവ് എന്നാണ് പേര്. അപ്പോ ഇത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാനം നടന്ന ഒരു കൊലപാതക കേസാണ്. അതിന് ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തി അതിന്റെ റിപ്പോർട്ട് 2016 ഈ ഗവൺമെന്റിൽ കൊടുത്തു. അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ജുഡീഷ്യൽ അന്വേഷണം. ഇത് അന്വേഷണം നടത്തുന്നത് ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി
അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നു, ഗവൺമെന്റിൽ കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2016 സെപ്റ്റംബർ മാസം 3-ാം തീയതി ഗവർണറൊക്കെ ഓർഡർ ഇടുന്നു. ഈ നടന്ന സംഭവത്തിൽ കൊലപാതകത്തില് നിയമപരമായ കൊല്ലപ്പെട്ട വ്യക്തിക്ക് നീതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് ഇടും. അതിന്റെ കടലാസുകളാണ് ഞാൻ ഇവിടെ എല്ലാം വച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളെ മൊത്തം ഉമാര് തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞു. അതാണ് കാരണം നടന്ന അനീതി എന്താണ്, അതിന്റെ നീതി എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ വ്യക്തമായിട്ട്. അപ്പൊ ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകളെ ഇവിടെയുള്ള ഈ ഗവൺമെന്റിന്റെ ആളുകൾ പുറത്തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ടാണ് ഈ വരുന്ന ആളുകള് ഒരുപക്ഷെ എന്നോടൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും അവർ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കട്ടെ. അവർക്ക് ഭരണസംബന്ധമായ കാര്യങ്ങൾ അവർക്ക് അറിവുണ്ടെങ്കിൽ അവർ വായിച്ച് അവർക്ക് വേണ്ടി അതിനുള്ള കാര്യങ്ങൾ അതിന്റെ കടലാസുകളാണ് വിളിച്ചത്. ഈ ഗവർണർ ഇട്ട ഓർഡറിനെ ആരാണ് DGPയുടെ ഓഫീസിലെയും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇതിനെ അട്ടിമറിച്ചത്. ഇത് ഈ നടന്ന ഈ കൊലപാതകത്തില് ഗവൺമെന്റിലെ പലരും പ്രതികളായ ഒരു കൊലക്കേസാണ്. അതിൽ പ്രധാന പ്രതികൾ, ഈ സംഭവത്തിന് കാരണക്കാരും ഉത്തരവാദികളും പ്രധാന പ്രതികളും എന്ന് പറയുന്നത് പോലീസുകാരാണ്. അവർക്ക് സഹായികളായിട്ട് ഭരണവുമായി ഗവൺമെന്റിന്റെ മറ്റു പലരും പ്രതികളാണ്. എന്ന് പറയുന്നത് കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഗവൺമെന്റിന്റെ ആളുകളാണ് ഇതിലെ പ്രതികൾ. അതില് പ്രധാന ആളുകൾ എന്ന് പറയുന്നത് പോലീസ്. അപ്പൊ ഇതിൽ പോലീസുകാരുടെ ഭാഗം പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇതിനെയാണ് ഇവന്മാരെല്ലാം കൂടി ചേർന്ന് ഈ DGPയുടെ ഓഫീസിലെ ആഭ്യന്തര വകുപ്പിലെയൊക്കെ ഉദ്യോഗസ്ഥർ ചേർന്ന് അട്ടിമറിച്ചു. എന്നിട്ട് ഞാൻ ഇവന്മാർ ഈ അട്ടിമറി നടന്നിട്ട് ഞാൻ ഇവിടെ സമരമായിട്ട് കിടക്കുന്നു. ഇന്നിരിക്കും പോലെയല്ല, മഴയൊക്കെ കൊണ്ട് വളരെ പ്രാകൃതമായ രീതിയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ അങ്ങനെ യൂട്യൂബ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും വലിയ പൊതുജന ശ്രദ്ധ നേടുകയും ചെയ്ത സമയത്ത് പല ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു കേട്ടോ. സെലിബ്രിറ്റി ആയതിന് മാനാപാർവതി, നമ്മുടെ ടോവിനോ, അങ്ങനെ CBI കേസ് ഏറ്റെടുത്തതായിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചു, ജനങ്ങളെ ഇവർ വിശ്വസിച്ചു. CBI എപ്പോഴാണ് 2018 CBI കേസ് ഏറ്റെടുത്തതായിട്ട്. എന്നിട്ട് ഇവരെല്ലാം കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും സമരം നിർത്തിപ്പിച്ചു വിടാം. ഞാൻ പറഞ്ഞു ഇതിന്റെ CBI അന്വേഷണം, എന്റെ അടുത്ത് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഒരു അന്വേഷണ ഏജൻസി കേസ് നേരത്തെ കൊലപാതകം എന്ന് തെളിഞ്ഞ് പ്രതികൾ ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞൊരു ഈ സംഭവമാണ്. ഈ കേസ് CBI കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടില് അവർക്കെതിരെ ഫസ്റ്റ് നിയമപരമായ കാര്യങ്ങൾ അവർക്കെതിരെ ചെയ്യണം. അത് അവർ ചെയ്യാതിരിക്കുന്നത് നാളെ ഇതെന്താ CBI പല ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങളായതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഇവരെല്ലാം കൂടി ഒത്തുകളിക്കും. അതുകൊണ്ട് ഈ ഇതിന്റെ കാര്യങ്ങൾ അറിയാതെ സമരം ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ലെന്ന്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, അടുത്ത 2019 ഈ കേസ് CBI അന്വേഷണം നടത്തിയതായിട്ട് ഇവരെല്ലാം കൂടി പറഞ്ഞ് എന്തോ വലിയ ഒത്തുകളി നടന്നു എന്റെ കാര്യം. അതിനുശേഷം എന്ന് പറയുന്നത് കോവിഡ് വരും. ഈ വലിയൊരു ഗവൺമെന്റ് തലത്തിൽ സമരം അവസാനിപ്പിച്ചിട്ടില്ല. ഇല്ല, ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് വർഷങ്ങളായി. എന്റെ വീട്ടിലൊക്കെ പോയിട്ട് വീട് നെയ്യാറ്റിങ്കര വർഷങ്ങളായി എന്റെ വീട്ടിലൊക്കെ പോയിട്ട്. അപ്പൊ ഈ വിഷയത്തില് വലിയ അട്ടിമറി നടന്നു. പിന്നെ കോവിഡ് വരുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനശ്രദ്ധ ഉണ്ടായ ഒരു സംഭവം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ, സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ, അങ്ങനെ സെലിബ്രിറ്റികൾ, അങ്ങനെയുള്ള ആളുകൾ, വലിയ കലാകാരന്മാർ, അങ്ങനെയുള്ള പല ആളുകൾ ഇടപെട്ട ഒരു സംഭവത്തെ ഈ കോവിഡ് സമയത്ത് ഇതിലെ ഇടപെട്ട പ്രധാന പലരെ കയ്യിലെടുക്കുകയും നമ്മെ ഒറ്റപ്പെടുത്തി കളയുകയൊക്കെ ചെയ്യും. ഈ കോവിഡ് വന്നപ്പോ മൊത്തം ഈ സംഭവം ജനശ്രദ്ധ 2 വർഷം ജനങ്ങളൊക്കെ വീട്ടിലല്ലേ. ഞാൻ കോവിഡ് സമയത്തൊക്കെ ഇവിടെയാണ്. കോവിഡ് സമയത്തെല്ലാം നമ്മൾ ഇവിടെയാണ്. ഈ സംഭവന്മാര് ജനശ്രദ്ധയെന്ന് അങ്ങ് മാറ്റിക്കളഞ്ഞു. സംഭവം എന്താണ്? അപ്പൊ ഈ വിഷയത്തില് നീതിക്ക് വേണ്ടി കൊല്ലപ്പെട്ട വ്യക്തി എന്റെ സഹോദരനാണ്. ഈ വിഷയത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു നിയമപരമായി ഈ ഒരു നീക്കം നടത്താം. നീതിക്ക് വേണ്ടി കൊല്ലപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് വേണ്ടി ആ വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമപരമായ ഭരണസമ്മതമായ നീതി കൊല്ലപ്പെട്ട വ്യക്തിക്ക് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഈ നടന്ന സംഭവം അതിനെ തുടർന്നുണ്ടായ അട്ടിമറികളും കോടതിയെ ബോധിപ്പിച്ച്, സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് നമുക്ക്
നീതി നടപ്പിലാക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം. അതാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇനി ചെയ്യാൻ കഴിയും. ഈ വിഷയത്തിൽ കാരണം പ്രതികൾ ആരാണ് എന്ന് മനസ്സിലാക്കണം. പ്രതികള് ഏതെങ്കിലും സിവിലിയൻ അല്ല. കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണവുമായി ബന്ധമുള്ള ഭരണത്തിന്റെ ആള്. കോടതി എന്ന് പറയുന്നത് എല്ലാവരും പറയും സർക്കാരും ഭരണത്തിന്റെ ഒരു സ്ഥാപനമാണ്. ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഒരു ഭരണസംബന്ധമായ ഒരു സ്ഥാപനമാണ് കോടതി. ഈ കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണത്തിന്റെ ആളുകളാണ് ഇവിടെ പ്രതികൾ. അതിന് പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് പോലീസുകാരാണ്. അവർക്ക് സഹായികളായിട്ട് മറ്റു പലരും. അപ്പൊ നമുക്ക് ഈ ഒരു നീക്കം നടത്താം, നീതിക്ക് വേണ്ടി ഈ ഒരു നീക്കം നടത്താം. അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. വലിയ കാരണം ഗവൺമെന്റിന്റെ ഇപ്പൊ പ്രതിഭാഗത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉൾപ്പെടെ പ്രതിഭാഗത്തായിരിക്കും കൊലക്കേസാണ്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇവന്മാര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി എന്താണ് നീതി എന്താണെന്ന് ആൾക്കാർക്ക് അറിഞ്ഞോട് ആളുകളെ പറഞ്ഞു പറ്റിക്കുക. അതാണ് നമ്മളെ എങ്ങനെയാണ് കള്ളം കാണുകയും അതിനെ ചോദ്യം ചെയ്യുന്നവനെ കള്ളനാക്കി കാണിക്കുന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പൊ ഇവര് നടക്കുന്നത്. ഈ വിഷയത്തിന് നീതിക്ക് വേണ്ടി ചെയ്യാം. കാരണം ഇവിടെ പല രീതിയിലുള്ള ഉപദ്രവങ്ങളുണ്ട്. ഞാൻ ഉപദ്രവമുണ്ട്. ഈ ചെങ്കച്ചൂള അതിൽ പ്രധാന ഒരു വ്യക്തിയുടെ പേര് ഞാൻ രാഷ്ട്രീയമായ പോലീസുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു പ്രധാന ഒരാളുടെ പേര് പറയാം. ഈ ചെങ്കച്ചൂള കോളനിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെങ്കച്ചൂള സ്ഥിരം പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്ഥിരം ജയിലിൽ പോകുന്ന ഒരു ടീമാണ്. അയാളെ വിട്ടാണ് ഇവിടെ എന്തോ ശുക്ര സുരേഷ് അങ്ങനെ എന്തോ ആണ് എന്റെ അടുത്ത്. ഞാൻ ഇവിടെ ആളുകൾ പറഞ്ഞത് ശുക്ര സുരേഷ് എന്നാണ് പേര്. ഈ സ്ഥിരം പല കേസുകളുമായി സ്ഥിരം ജയിലിൽ പോകുന്ന ഒരു ടീമാണ്. സർക്കാരിനെതിരെ സമരമായതുകൊണ്ട് ഇപ്പൊ ഇവർക്കെതിരെയൊക്കെ ഉള്ള സമരമായതുകൊണ്ട് അപ്പോ ഈ അയാളെയാണ് പ്രധാനമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അയാളെന്ന് പറഞ്ഞാൽ അയാള് കള്ളും കഞ്ചാവിന്റെയും ഇതിലാണ് ഇവിടെ വന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും പോര് കാണിക്കും. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് ചെയ്യുന്നതൊന്നും ആൾക്കാർ അറിയില്ല. എന്തെങ്കിലും പറ്റിപ്പോയി ഇപ്പൊ നമ്മള് തിരിച്ചു ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്തു ഇവിടെ വന്ന് നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോവും. 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വേറെ. ഇങ്ങനെ ഒരു വിഷയത്തിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, തിരിച്ചൊന്നും ചെയ്യാൻ പറ്റൂല. ഒരുത്ത വന്ന് തെറി വിളിച്ചാലോ അടിച്ചാലോ നമുക്ക് തെരുവിളികളുണ്ട്. തെരുവിളികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് സ്ഥിരം ഞാൻ പറയുന്നത് ഈ പുള്ളിയാണ്. ഈ ശുക്ര സുരേഷ് ചെങ്കച്ചൂളയിൽ താമസിക്കുന്ന ഈ ന്യൂസ് ചെങ്കച്ചൂള ഭാഗത്ത് ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ പ്രയോജനമാണ്. നമ്മളെയൊക്കെ വന്ന് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ്. ഇപ്പൊ ഇങ്ങനെ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ്. സ്ഥിരം പ്രശ്നങ്ങൾ ഈ ഇടയ്ക്ക് അതൊരു പെണ്ണിനെ കയറി എന്താ പിടിച്ച് അങ്ങനെ ജയിലിൽ പോയ ടീമാണ്. ഈ ഇടയ്ക്ക് അങ്ങനെ എന്തോ ജയിലിൽ പോവുക അങ്ങനെ എന്താ ചെയ്യാം. അപ്പൊ അയാളാണ് പ്രധാനം. പിന്നെ മറ്റു പല ആളുകളുണ്ട്. 2 ദിവസം മുമ്പ് വേറൊരുത്തം വന്നത് പ്രശ്നം ഉണ്ടാക്കി. മറ്റു പല ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നു? ഭക്ഷണം ഞാൻ വല്ലപ്പോഴേ കഴിക്കുള്ളൂ. ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ ഇവന്മാര് പല വൃത്തികേടുകളും പറഞ്ഞു വരത്തുള്ളൂ. ഞാനൊരു പ്രശ്നമായിട്ട് വന്നു. ഞാൻ അവന് വേണ്ടി പല കാര്യങ്ങളും ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. കൊല്ലപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നു. ചിലപ്പോ 2-3 ദിവസത്തിൽ ഒരു നേരമായിരിക്കും ചിലപ്പോ ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഒരാഴ്ച ഭക്ഷണം കഴിക്കാതിരിക്കും. ചിലപ്പോൾ 1 മാസം ഭക്ഷണം കഴിക്കാതെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഇവന്മാരെന്തോന്ന് എന്റെ നാട്ടുകാർക്ക് ഞാൻ പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത അവിടെയുള്ള ആളുകൾ 2 പേരെ ജോലി ഞാൻ ഒറ്റയ്ക്ക് 2 പേരെ എന്ത് ജോലിയായിരുന്നു? എല്ലാ ജോലി ഞാൻ ചെയ്യാത്ത ജോലിയില്ല. വളരെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടു പോയാണ്. വളരെ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെ പല ജോലികളും ചെയ്ത് നമ്മുടെ നാട്ടിൻപുറത്തുകാർ ഇവിടെയുള്ള ചെറുപ്പക്കാരെ പോലെയൊന്നും അല്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ചെറുപ്പക്കാർക്ക് എല്ലാ രീതിയിലുള്ള ജോലി അവിടെ നാട്ടിൻപുറത്തുള്ള അറിയാലോ, നാട്ടിൻപുറത്തുള്ള ആളുകൾ ചെയ്യുന്ന ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ഞാൻ ചെയ്ത ജോലിക്ക് നിന്ന പല സ്ഥലങ്ങളിലുണ്ട്. എല്ലാവർക്കും അറിയാം. 2 പേര് ഞാൻ ഇവിടെ വന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്റെ ആരോഗ്യം. ഞാൻ ഇവിടെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇവന് വേണ്ടി ഇങ്ങനെ ഉപവാസവും മറ്റുമൊക്കെ കിടന്നാണ് ഇങ്ങനെ ഫിസിക്കലി നമ്മള് ഈ 9 വർഷമായിട്ട് ഞാൻ ഈ പൊടിയും വെയിലും മഴയൊക്കെ പിന്നെയും ഈ ഇതുണ്ടല്ലോ
ഈ പൊടിയൊക്കെ അടിച്ചപ്പോ അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ ഇതുണ്ട്. അപ്പൊ നമ്മൾ ചെറുപ്പമായതുകൊണ്ടാണ് കൂടുതൽ രോഗങ്ങളിലോട്ട് നമ്മളെ തള്ളിവിടാത്തത്. കാര്യം മനസ്സിലായി. കുളിക്കുന്നതൊക്കെ എങ്ങനെയാണ്? അപ്പൊ കുളിക്കുന്നത് ഇവിടെ അടുത്തെവിടെയെങ്കിലോ പബ്ലിക് കമ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ കുളിയോ അങ്ങനെ അവിടെ. പിന്നെ അമ്പലം 1-2 ദിവസമല്ലല്ലോ, 9 കൊല്ലമായി. ഇതിപ്പോഴേ ഈ ഭക്ഷണം കഴിക്കാതെ ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഭയങ്കര ക്ഷീണവും പക്ഷെ ഇപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഇപ്പൊ കട്ടൻ ചായയോ അങ്ങനെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടി. അപ്പൊ എനിക്കിപ്പോ അധികം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും അധികം ക്ഷീണം കാണും. എങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു എനർജി, നമ്മുടേതായ കാര്യം. ഇപ്പൊ ഭക്ഷണം കഴിച്ചില്ല, ഒരാഴ്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഒരു മാസമൊക്കെ ഭക്ഷണം കഴിക്കാതെ കിടപ്പിലായി പോകും. ഒരു മാസമൊക്കെ ഇതിനിടയിൽ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഈ സാധാരണ ജലദോഷം ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ജലദോഷം ഹോസ്പിറ്റലിൽ അല്ലാതെ വേറെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പം വേറെ വലിയ അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ സമരം എവിടെ ചെന്ന് പറഞ്ഞല്ലോ, ഇത് പിന്നെ ഇവിടെ വരുന്ന ആളുകള് അറിയാൻ വേണ്ടി ഞാൻ കേസിന്റെ കാര്യങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാം. ഞാൻ ഇവിടെ വരുന്ന ആളുടെ അടുത്ത് പറയുന്നത് ഞാൻ കൂടുതൽ നമ്മൾ ആവർത്തിച്ച ആൾക്കാരോട് പറയുന്നത് അതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇതിനകത്ത് ഇവരുടെ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിനകത്ത് അവന്മാര് ചൊറിയാൻ വേണ്ടി വരുന്ന ടീമുകളൊക്കെ ഉണ്ട്. അത് ആര് വന്നാലും ഞാൻ പറയും, സഹോദര നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അതിന്റെ പേപ്പറുകളും കടലാസുകളും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിന്റെ എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. നിങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് വായിച്ച് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മൾ വെറുതെ ആത്മാർത്ഥത ഇല്ലാത്ത ആളുകളോട് നമ്മൾ വെറുതെ സംസാരിക്കുന്നതിൽ കാര്യം. ഇവിടെ ഒന്ന് കേട്ട് അവിടെ പോയി കളയും. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണോ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ നടന്ന സംഭവം അതിന്റെ ആധികാരികമായ കാര്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ അടുത്ത ഈ വിഷയത്തിൽ എന്ത് ചെയ്യാം, അടുത്ത വിഷയത്തിൽ നമുക്ക് ഈ കൊല്ലപ്പെട്ട വ്യക്തി എന്റെ സഹോദരനായതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം ഹോമിച്ചുകൊണ്ട് എന്റെ ജീവിതം ഹോമിക്കപ്പെടുന്ന ഇതോ ഞാൻ നശിക്കുന്ന ഇതോ ഒന്നും ഞാൻ യാതൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ വീട്ടുകാരെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. എങ്ങനെ? എന്റെ വീട്ടുകാരാണ് എനിക്ക് ചെലവിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് തരും. ഞാനൊരു ചെറുപ്പക്കാരൻ, എന്റെ വീട്ടുകാരെ കാര്യങ്ങൾ നോക്കേണ്ട എന്റെ വീട്ടുകാരാണ് എനിക്ക് ഇങ്ങോട്ട് ചെലവിന് വീട്ടുകാർ എന്റെ അമ്മയോ അല്ലെങ്കിൽ എന്റെ മറ്റാരെങ്കിലും ഇവിടെ പല. അപ്പൊ നമ്മൾ ചെറുപ്പക്കാരല്ലേ, അധ്വാനിച്ച് അങ്ങനെ. പക്ഷെ എന്റെ വീട്ടുകാരും മറ്റാണ്. അപ്പൊ എന്റെ അമ്മയൊക്കെ എനിക്ക് വിഷമിപ്പിക്കേണ്ടി വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വിഷമമുണ്ട്. എന്റെ അമ്മയെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എന്റെ അമ്മയോട് ചോദിക്കുന്നത്, അമ്മ എനിക്ക് എന്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ ഈ ചെറുപ്പക്കാരനായ വയസ്സായ എന്റെ അമ്മയോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നതിലൂടെ എനിക്ക് വിഷമമുണ്ട്. അല്ലാതെ ഇവിടെ എന്റെ കൂടപ്പുറപ്പിന് വേണ്ടി സ്വന്തം ജീവിതം ജീവിതം എന്നല്ല, സ്വന്തം ജീവൻ കൊല്ലപ്പെടേണ്ടി ആരെങ്കിലും വന്ന്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അവിടെ ഒന്ന് പ്രശ്നം, എനിക്ക് കൊല്ലപ്പെട്ടാൽ പോലും അതൊന്നും ഞാൻ ഒരു കാര്യമാണ്. ലഭിക്കട്ടെ. ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2024-ലാണ്. നിങ്ങളിത് എപ്പോഴാണ് കാണുന്നത് എന്നത് പോലും എനിക്കൊരു വ്യക്തതയില്ല. 2030-ലാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ തന്നെ സമരം ചെയ്തുകൊണ്ട് ഇരിക്കാൻ തന്നെയാണ് സാധ്യത. ക്യാമറമാൻ ജെയിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Where news meets entertainment and entertainments meets news. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.